നൃപൻ, എന്തൊക്കെയാണ് ഈ ആവേശത്തിന്റെ അലതല്ലുന്ന ഏറ്റവും പുതിയ കാഴ്ചകൾ? തീർച്ചയായും അജിംഷാദ്, ഈ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ കഴിഞ്ഞാണ് പൊതുവായി സമാപിക്കാനെത്തുന്നത്. നമുക്കൊപ്പം ഇവിടെ ശാസ്തമംഗലത്തെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അമൃത ഒപ്പം ചേരുന്നുണ്ട്. അമൃതയ്ക്ക് പര്യടന വാഹനത്തിലേക്ക് കയറാനുള്ള ധൃതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അജിംഷാദിനോട് ഇടപെട്ട് കൊല്ലത്ത് നമ്മുടെ രാജ്കുമാർ അവിടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയായിരുന്നു. അമൃത വലിയ തരത്തിലൂടെ ഇവിടുത്തെ പ്രവർത്തകരും LDF പ്രവർത്തകരൊക്കെ വലിയ തരത്തിൽ ആവേശത്തിലാണ്. ഞാൻ നേരത്തെ മുഖവരിയായി പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരസഭയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന സ്റ്റാർ സ്ഥാനാർത്ഥിയാണ്. വളരെയേറെ മാധ്യമങ്ങളുടെ അറ്റൻഷൻ കൂടി ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അമൃത വലിയ ആത്മവിശ്വാസത്തിലാണ്. അമൃത ഒരു IT പ്രൊഫഷണലാണ്, പിന്നെ തന്നെ കലാകാരിയാണ്. ആ തരത്തിലുള്ള അറ്റൻഷനൊക്കെ സ്വാഭാവികമായി അമൃതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അമൃത അവസാന കൊട്ടിക്കലാശമാണ്, നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആദ്യത്തെ ആവേശം അവസാനം വരെ നിലനിൽക്കുന്നുണ്ട്. പ്രവർത്തകരുടെ ആവേശം ഇങ്ങനെ നമ്മളിവിടെ വിജയിക്കുമോ, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും? എങ്ങനെയാണ് അമൃതയുടെ അവസാന നിമിഷത്തെ ഈ ഘട്ടത്തിലുള്ള ആത്മവിശ്വാസം? വളരെ നന്നായിട്ടാണ് പോകുന്നത്. നമ്മൾ ഉറപ്പായും ജയിക്കും. ആദ്യം തൊട്ട് തന്നെ അവസാനം വരെ നമ്മൾ ഒരേ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ആത്മവിശ്വാസത്തോടെ നമ്മൾ എന്തായാലും LDF തന്നെയായിരിക്കും ശാസ്തമംഗലത്ത് വരിക. ഈ ശാസ്തമംഗലത്തെ പലതരത്തിലെ ചർച്ചകൾ വന്നു. LDFന്റെ വികസന പ്രവർത്തനങ്ങൾ, നഗരസഭയുടെ വിലയിരുത്തൽ, ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളല്ലാതെ വ്യക്തിപരമായ പലതരത്തിലുള്ള ആക്രമണങ്ങളും ചർച്ചകളും ഒക്കെ ഇവിടെ ഉണ്ടായി. അതാണോ ബാധിക്കുക? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയമായിരിക്കുമോ ശാസ്തമംഗലത്ത് ചർച്ച ചെയ്യുക? ഇപ്രാവശ്യം ഇപ്പോൾ വലിയ ചർച്ചകളിലേക്കൊന്നും മുന്നോട്ട് പോകുന്നില്ല. കാരണം ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് മാക്സിമം വോട്ടർമാരിലേക്ക് എത്തുക എന്നാണ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എനിക്ക് എത്രത്തോളം എത്താൻ പറ്റുമോ വിട്ടുപോകാത്ത എല്ലാ ജനങ്ങളിലേക്കും എത്തി അവരിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അമൃത ചെറുപ്പക്കാരിയായ സ്ഥാനാർത്ഥിയാണ്. ഞാൻ നേരെ പറഞ്ഞു, IT പ്രൊഫഷണൽ രംഗത്ത് നിന്ന് ഒപ്പം തന്നെ സംഘടനാ രംഗത്ത് സജീവമായുള്ളതാണ്, കലാകാരിയാണ്. അമൃതയുടെ നൃത്തമൊക്കെ ഇൻസ്റ്റയിലൊക്കെ വൈറലാണ്. അപ്പോൾ ഈ വൈബ്, പുതിയ കാലത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരെ സ്വാധീനിക്കാൻ, തലമുറയെ സ്വാധീനിക്കാൻ അമൃതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ ശാസ്തമംഗലത്ത്? അതെ, മാക്സിമം ഇവിടെ നമ്മുടെ പിള്ളേർ കുറച്ച് കുറവാണ്. കൂടുതലും വയോജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഉള്ളവർ തന്നെ ആരും പുറത്തിറങ്ങാത്തവരുമൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് പേരെ അറിയാനും സ്കൂളിൽ എത്താനും സാധിച്ചു. അപ്പോൾ അവരിലേക്ക് ഇനി ഞാൻ കൂടുതലും എത്തും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അജിംഷാദ് കണ്ടല്ലോ, ഇവിടെ ഈ പര്യടനത്തിനുള്ള വാഹനമാണ് ഇത് റോഡ് ഷോയിലേക്ക് തയ്യാറാവുകയാണ്. അമൃത ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകും. അമൃത നമുക്ക് അതിലേക്ക് വിടേണ്ടതുണ്ട്. ഇവിടെ നിന്ന് വാഹനത്തിൽ കയറി റോഡ് ഷോ ആരംഭിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് മറ്റ് പ്രദേശങ്ങളെല്ലാം സഞ്ചരിച്ച് അവസാനം ശാസ്തമംഗലം ജംഗ്ഷനിലേക്ക് എത്തുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് റോഡ് ഷോ ആരംഭിക്കുന്നു. ഇവിടെ നിന്ന് പാർട്ടി പ്രവർത്തകരുടെ വലിയ നിരയുണ്ട്. ഇവിടെ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഈ പ്രദേശത്തെ ശാസ്തമംഗലം വാർഡിലെ എല്ലാ പ്രദേശങ്ങളും സഞ്ചരിച്ച ശേഷമായിരിക്കും ശാസ്തമംഗലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാരണം കൂടിയുണ്ട്. BJPയുടെ മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉയർത്തിക്കാട്ടുകയും നിരവധി വിവാദങ്ങൾ പെടുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പ്രതിയോഗിയാണ് ശാസ്തമംഗലത്തെ എതിർ സ്ഥാനാർത്ഥി. ശക്തമായ മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ പുതിയ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധിയായിട്ടുള്ള അമൃതയെ തന്നെ LDF രംഗത്തിറക്കി. തുടർച്ചയായി LDFന് വിജയം ഉറപ്പിച്ച ഒരു വാർഡ് കൂടിയാണ് ശാസ്തമംഗലത്തെ വീണ്ടും ഇടതുപക്ഷത്തിന്റെ ചുവപ്പ് കൊടി പാറിക്കാൻ കഴിയും എന്ന് തന്നെയാണ് LDFന്റെ പ്രവർത്തകരുടെയും പ്രതീക്ഷ. ഇവിടെ നിന്ന് റോഡ് ഷോ ആരംഭിക്കുന്നു. ഒപ്പം തന്നെ ബൈക്ക് റാലി അനുഗമിക്കും. വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ റോഡ് ഷോ അവസാന ശാസ്തമംഗലം ജംഗ്ഷനിൽ സമാപിക്കുന്ന തരത്തിലാണ്. എല്ലാ സമൂഹത്തിൻ്റെ നാനാവിഭാഗം ജനതയെ പ്രതികരിക്കുന്ന ജനങ്ങളുടെ വലിയ പിന്തുണ അമൃതയ്ക്കുണ്ട്. ആ ഒരു പോരാട്ടം തന്നെയാണ് ശാസ്തമംഗലത്ത് കാണുന്നത്. എല്ലാ സ്ഥലത്തും, തലസ്ഥാന നഗരസഭയിലെ എല്ലാ സ്ഥലത്തും സമാനമായ വീറോടുകൂടിയുള്ള പോരാട്ടം. LDF സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും വികസന നേട്ടങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, നഗരസഭയുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾ, പ്രതിപക്ഷം ഭരിക്കുന്ന കോൺഗ്രസും ഒപ്പം തന്നെ BJPയും ഭരിക്കുന്ന നഗരസഭാ വാർഡുകളിലുള്ള വികസന മുരടിപ്പ്, ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. അതുകൊണ്ട് ശാസ്തമംഗലത്തെ ദൃശ്യങ്ങളാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത്. അജിംഷാദ്, തീർച്ചയായും ശാസ്തമംഗലത്ത് വലിയ ആവേശം. ശാസ്തമംഗലത്തിൻ്റെ ആവേശം എന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും ജില്ലയുടെയും ഒക്കെ ആവേശത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നൃപൻ ചക്രവർത്തി നൽകുന്നത്.